നോക്കിയെന്ന് ഹദീസിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സാന്ദർഭിക ഖുതുബയായ നബാത്തത്തുൽ മിസ്രിയയുടെ ഖുതുബ. ആ ഖുതുബയിൽ അതാ ഇതിന്റെ ഒന്നാമത്തെ റബീഉൽ അവ്വലിന്റെ ഒന്നാമത്തെ ഖുതുബ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യുദ്കറു ഫിഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഞാൻ പറയുന്ന വാചകം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മിലാദ് ആഘോഷിക്കണമെന്നാണോ ഖുതുബയിലുള്ളത്? അതാ അദ്ദേഹം പറയുകയാണ്, അയ്യുഹൽ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഇന്നഹു ലൈസ അഹദുൻ അക്റമ അലല്ലാഹി മിൻ നബിയ്യി ولا أشرف عنده من محمد نجيه وصفيه وإنه لم يؤخر عند انقضاء مدته ولم يعمر عند حضور منيته ولقد أتاه في مثل شهركم هذا من رسل ربه الكرام المتوكلين بقبض نفوس لنا. ഒരുപക്ഷേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടുകാരി ഖുതുബ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഈ ഖുതുബയിൽ പറഞ്ഞ വാചകങ്ങൾ എന്നറിയാമോ? ഞാൻ സുദീർഘമായി താഴോട്ട് വായിക്കുന്നില്ല, കാരണം എന്റെ പ്രസംഗം ഇടക്ക് വെച്ച് നിന്നു പോകുമെന്ന പേടി എനിക്കുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ വഫാത്ത് പറയാൻ എനിക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അതാ ഇബ്നു നബാത്തത്തുൽ മിസ്രി തന്റെ ഖുതുബയിൽ രേഖപ്പെടുത്തുകയാണ്, തന്റെ മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളോട് അറബിയിൽ അങ്ങ് ഈജിപ്തിൽ വെച്ച് പറഞ്ഞതാണ്. ആ ജനങ്ങൾക്കൊക്കെ അത് ബോധ്യമായതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ബോധ്യമാകാത്തത്, തിരിയാത്തത് പറഞ്ഞതുകൊണ്ടാണ്. അതാ അദ്ദേഹം പറയുന്നു, ഓ ജനങ്ങളെ, അള്ളാനെ സൂക്ഷിച്ചു ജീവിക്കണേ. അള്ളാന്റെ റസൂലിനേക്കാൾ ഉന്നതനായ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനുമില്ല. എന്നിട്ടും റസൂലുള്ളാഹിന്റെ അജല് അടുത്തപ്പോ, അവിടുത്തെ ആയുസ് എത്തിയപ്പോ അള്ളാഹു റസൂലുള്ളാഹിക്ക് ആയുസ് നീട്ടിക്കൊടുത്തില്ല. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ മാസം പോലെ, അതേ ഈ റബീഉൽ അവ്വൽ പോലത്തെ ഒരു റബീഉൽ അവ്വലിലാണ് മനുഷ്യന്മാരുടെ റൂഹ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ വന്ന് റസൂലുള്ളാഹിന്റെ ആത്മാവങ്ങ് പിടിച്ചുകൊണ്ട് പോയി.